അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരേ വീട്ടിലെ രണ്ട് മക്കൾ, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും. അനീസിൻ്റെ ഭാര്യയും അതുപോലെ നജ്മ അനുജൻ്റെ ഭാര്യയും. വീട്ടിൻ്റെ തൊട്ടടുത്ത, അതും ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനാണ്, ഹാരിഫ്. ആരിഫിൻ്റെ കൂടെ ഒളിച്ചോടി എന്നുള്ള വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മാധ്യമങ്ങളിലൂടെ കേട്ടു. വലിയ സങ്കടം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ആവർത്തിക്കുന്നു? ഒരു വിചിത്രമായ ഒരു വാർത്തയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും, അതുപോലെ തൻ്റെ ഭർത്താവിൻ്റെ അനീസാണെങ്കിൽ വിദേശത്താണ്, അനിസൂർ എന്ന് പറയുന്ന ആൾ നാട്ടിലുണ്ട്. ആ ഭർത്താവിനും ഉറക്കിൻ്റെ ഗുളിക മാത്രം കൊടുത്ത് മക്കളെ ഉറക്കി വീട്ടിൻ്റെ തൊട്ടടുത്ത ആരിഫിൻ്റെ കൂടെ രണ്ടാൾ ഒന്നിച്ച് ഓടിപ്പോയിന്ന. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു സമുദായത്തിൽ നിന്നല്ല, മുസ്ലിം സമൂഹത്തിൽ നിന്നായി വാർത്തകൾ കേൾക്കുന്നത്. എന്തുകൊണ്ട്? പേരിൽ മാത്രമാണ് ഇവർ ഇസ്ലാം. ഹാരിഫും യാസീനും, എന്തെന്ത് മനോഹരമായ പേരാണ്, നജ്മാന്നും അല്ലേ? ഇത് കാണുമ്പോൾ മറ്റു സമൂഹങ്ങൾ വിചാരിക്കുന്ന പരിശുദ്ധ ദീനിൽ ഇത് തന്നെ ഉള്ളതെന്നാണ്. ദീൻ എത്രത്തോളം ഗൗരവത്തോടു കൂടി പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പരിശുദ്ധമായ ദീനിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും അവഗണനത്തോടു കൂടിയാണ് കാണുന്നത്. അതൊക്കെ ഈ കാലത്ത് നടക്കുമോ? ആ രീതിയിലാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ദീൻ പറഞ്ഞ അന്യ സ്ത്രീ പുരുഷന്മാരുള്ള പരസ്പര നോട്ടം, സ്പർശനം, ദർശനം ഹറാമാൻ പാടില്ല. അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണമെന്നാണ്. പക്ഷെ കാറ്റിൽ പറത്തി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദെ, അത് നടക്കൂല എന്ന്. ഇന്നെന്ത് സംഭവിച്ചു? രണ്ട് കുടുംബമാണ്. നോക്കൂ, വലിയ ഒരു സങ്കടം ഒരു നാട്ടിൽ ഒരു വിഷയമായി മാറിയത്. വീട്ടിൻ്റെ തൊട്ടടുത്ത ചെറുപ്പക്കാരൻ ഹാരിഫ് എന്ന് പറയുന്നതിൻ്റെ കൂടെ രണ്ട് പെൺകുട്ടികൾ, ഒരേ വീട്ടിൻ്റെ രണ്ട് മരുമക്കളാണ്. അമ്മായിമ്മയും കാക്കയും ഉറക്കിൻ്റെ മാത്രം കൊടുത്ത് ഓടി. ഒരാളുടെ ഭാര്യയാണെങ്കിൽ വിദേശത്താണ്, യാസിൻ വിദേശത്താണ്, നജ്മയുടെ ഭർത്താവ് നാട്ടിലുണ്ട്, ഗാരേജിയുടെ ജോലി ചെയ്യുന്ന ഭർത്താവാണ്. രണ്ട് പെൺകുട്ടികളെ കാണുന്നില്ല, വീട്ടിലുള്ള രണ്ട് മരുമക്കളെ കാണുന്നില്ല. പരാതിയുമായി പിന്നെ അന്വേഷിച്ച് അവർ പിടിക്കപ്പെട്ടത് ആരിഫിൻ്റെ കൂടെയാണ്. മറ്റു സമൂഹത്തിന്, സമുദായത്തിന് മാതൃകയാകേണ്ട മുസ്ലിം ചെറുപ്പക്കാരന് ഇത്തരത്തിലുള്ള സംഭവമൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. അതിനാണ് ദീനിയായ ബോധം നമ്മുടെ മക്കൾക്ക് ഗൗരവത്തോടു കൂടി പഠിപ്പിക്കണമെന്ന് പറയുന്നത്. നമുക്ക് ചെറുതിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ സ്കൂളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വധു എടുത്തിട്ടാണ് അയച്ചിരുന്നത്. എന്തിന്? അന്യ സ്ത്രീ പുരുഷന്മാർ അവർ പരസ്പരം നോട്ടത്തിനൊക്കെ വലിയ വിഷയമാക്കി കണ്ടിരുന്നു. അത് നോക്കുന്നത് തന്നെ എന്തോ ഒരു ഗൗരവമുള്ള വിഷയമാണ്, എന്തോ നിസ്സാരമാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ അവർ ഓടിയപ്പോൾ ഇത് പുറത്തിങ്ങനെ വിഷയം അറിഞ്ഞു എന്നല്ലാതെ അറിയാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി അയൽവാസികൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ദീൻ പറഞ്ഞ വാക്കുകളൊക്കെ ഗൗരവത്തിൽ, കാരണം ഈ ചുരുങ്ങിയ ആയുസേ ഉള്ളൂ. ഓടിയതും കൊണ്ടുപോയതും എല്ലാം മുസ്ലിങ്ങളാണ്, പേര് മാത്രം മുസ്ലിം. ഇത് കാണുമ്പോൾ മറ്റു സമൂഹം വിചാരിക്കുന്നത് ഇവരുടെ ദീനുള്ളത് ഇത് തന്നെയാണ്. ദീൻ എത്രത്തോളം ഗൗരവത്തോടു കൂടി കണ്ടു. മറ്റുള്ള ആളുമായിട്ടുള്ള ഇടപാടുകളെക്കാൾ കൂടുതൽ ഗൗരവത്തിൽ ദീൻ കണ്ടത് സ്വന്തം കുടുംബത്തിലുള്ള ഇടപാടുകളാണ്. അതിനേക്കാൾ മരിക്കലാണ് നല്ലത് എന്നാണ്. ഈ വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത വിചിത്രമായി എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ഏതോ ഒരാൾ, എവിടത്തോ ഒരാൾ എന്തോന്ന്. നോക്കുമ്പോൾ കൊണ്ടുപോയതും കൊടന്നതും എല്ലാം മുസ്ലിമീങ്ങളാണ്. അത് രണ്ടും വിവാഹിതരാണ്. പോകലും വരലും എല്ലാം വ്യഭിചാരത്തിലല്ലേ പെടുക.
പിടിക്കപ്പെട്ടതോ, തൊട്ടടുത്ത് ഒരു വീട്ടിൻ്റെ രണ്ട് പേർ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഒരാളെ കൂടെ രണ്ടാളും ഇറങ്ങി ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്കൊക്കെ ഗൗരവത്തിൽ നമ്മുടെ ദീനിയായ ബോധം നൽകില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കുടുംബങ്ങൾ നിലനിന്നില്ലെങ്കിൽ, പൊന്നു മക്കളെപ്പോലും വകവെക്കാതെ മക്കളെപ്പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്ന എത്ര എത്ര ഉമ്മമാർ, അതായത് ഇതര സമുദായത്തെ കൂടെ ഓടിപ്പോയി എത്ര ആളുകളാണ്, എത്ര മക്കളാണ് ഉമ്മയില്ലാതെ ഉമ്മാനൊന്ന് കാണാൻ വേണ്ടി ദിവസവും കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെയെങ്കിലും എൻ്റെ ഉമ്മാനെ കാണുമെന്നു ഓടി നടക്കുന്ന മക്കൾ, പുറത്തിറങ്ങാൻ പറ്റാതെ, സ്കൂളിൽ പോകാൻ പറ്റാതെ, മദ്രസയിൽ പോകാൻ പറ്റാത്ത എത്ര പെൺമക്കളുണ്ടെന്നറിയോ? ആൺമക്കളാണെങ്കിൽ കുറച്ച് കാലം അവർ മറന്നു പോകും. പെൺമക്കൾ അങ്ങനെയല്ലല്ലോ, പിന്നെ അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലാണ്. ഈ കണ്ണീർ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. അത് ഏത് മതത്തിൽപ്പെട്ടവനാവട്ടെ, പരിശുദ്ധ ദീൻ പരസ്പരമുള്ള നോട്ടവും പരിശുദ്ധ ദീനും പറയാത്ത എല്ലാ ബന്ധങ്ങളും എല്ലാ സ്നേഹങ്ങളും ഹറാമാക്കിയതാണ്, വിലക്കിയതാണ്. നോക്കൂ, യാസിൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കാണ്. ചോറ് വീട്ടിലും കൂറോ അയൽ വീട്ടിലുമാണ്. എങ്ങനെയുണ്ട്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നറിയോ? നമ്മുടെ ചെറുപ്രായത്തിൽ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദീനി ബോധം കിട്ടാത്തതിൻ്റെ പേരാണ്. അള്ളാഹ് ഉണ്ടെന്നും അള്ളാഹു ഞങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധം. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കലാണെന്നാണ് പലരും വിചാരിച്ചത്. അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. റീൽസിൽ കാണുന്നതാണ് ജീവിതം എന്നാണ് പലരും വിചാരിച്ചത്. ആ റീൽസിൽ കണ്ടതുപോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓടുന്നത്, ഒരു നിമിഷത്തിൻ്റെ സുഖത്തിന് വേണ്ടി. പിന്നെ ആരിഫ് വലിച്ചെറിയുമ്പോഴൊക്കെയാണ് അറിയുന്നത് യഥാർത്ഥ ജീവിതം അത് തന്നെയാണ് എന്ന്. തൻ്റെ മക്കളെപ്പോലും വകവെക്കാതെ വലിച്ചെറിയുന്ന ഇത്ര പെൺകുട്ടികളുണ്ടല്ലോ. ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഒരു സ്ഥലത്താണ്. മാലിഡ ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഒരു സംഭവം. എവിടെയായാലും അതൊരു മുസ്ലിമുകളാണ് എന്ന് പറയുമ്പോൾ വേദനയുണ്ട്. കൃത്യമായ ദീന ബോധം കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇതര സമുദായം ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന്. ജീവിതത്തിന് ഒരു വിലവില്ല, കാരണം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. താന്തോണിയെപ്പോലെ ജീവിക്കുന്നവർ. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെല്ലാം തോന്നുന്നുണ്ട്, പലതും തോന്നില്ല. മനുഷ്യരല്ലേ, വികാരമുള്ളവരല്ലേ, അല്ലേ? പരിശുദ്ധ ദീൻ പറയുന്നത്, യഥാർത്ഥ ഒരു ജീവിതം, ഒരു ശക്തനെക്കുറിച്ച് പറയുന്നത് ലൈസ ഷദീദു ബിസ്സുർആ ഇന്നമ ഷദീദു യംലികു നഫ്സഹു ഇൻദൽ ഖദബ്. മനസ്സിനെ പിടിച്ചു വെക്കുന്നവനാണ്. പല വികാരങ്ങൾ വരും, വിദ്വേഷങ്ങൾ വരും, പക വരും, അസൂയ വരും, പലതും വരും, ആഗ്രഹങ്ങൾ വരും. ഇതൊക്കെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടാക്കിയെടുക്കണം. ക്ഷമിക്കാൻ. ഞാനിവിടെ ക്ഷമിച്ചാൽ പരലോകത്ത് അല്ലാഹു എനിക്ക് നല്ലൊരു ജീവിതം നൽകും എന്നുള്ള ഒരു ഉത്തമ ബോധം നമുക്ക് വേണം. അത് നമ്മുടെ മക്കൾ ചെറു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആ കഷ്ടപ്പെട്ട മാതാപിതാക്കൾ എൻ്റെ മക്കളെ നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച് കൊടുത്തയച്ച മക്കൾ, അത് ആ വീട്ടിലേക്ക് കേൾക്കുന്ന വാർത്ത, നിങ്ങളുടെ 2 മക്കൾ ഓടിന തൊട്ടടുത്ത അയൽവാസികൾ കൂടെ. ഇത് കേൾക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അവരെ കൽബ് തകർന്നു പോകൂലേ? അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ആ മാതാപിതാക്കൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും ആക്കട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി പോറ്റു വളർത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്നും നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്
സബ്ബിത്ത് കുലൂബന അലാ ദീനിക്. അള്ളാഹ് എൻ്റെ ഹൃദയം ദീനിൽ അടിയുറച്ച് നിർത്തണേ അല്ലാ. കൽബ് ഇപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം പെട്ടെന്ന് ഒരു സ്നേഹം, ഒരു അനുരാഗം അത് പെട്ടെന്നുണ്ടാകും, പെട്ടെന്ന് അസ്തമിക്കുകയും ചെയ്യും. ആ സമയത്ത് നാം എടുക്കുന്ന തീർമാനം പിന്നെ എന്നേക്കും ദുഃഖത്തിലായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ സമയത്ത് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് തന്നെ അങ്ങോട്ടൊരു പ്രണയമുണ്ടായാലോ, എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു, പിന്നെ വശീകരണം മറ്റത് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകാൻ ഈ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇസ്സത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.